കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യം വളരെ ഗുരുതരമാണ്. അതായത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല, പോറ്റി ആരാണെന്ന് പോലും അറിയില്ല, പോറ്റിയുടെ വീട്ടിൽ പോയത് എന്തിനാണ്, പോറ്റിക്ക് സമ്മാനം കൊടുത്തത് എന്തിനാണ്, പോറ്റിയുമായി ഒരു ബന്ധവുമില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തെളിവുകൾ കാണിച്ചപ്പോൾ മാറ്റി പറയേണ്ട അവസ്ഥ വന്നു. ഇപ്പൊ വീണ്ടും പോറ്റിയും പ്രതിഭയും കൂടി കടകംപള്ളിയെ കുരുക്കിയിരിക്കുകയാണ്. പ്രതിഭ കടകംപള്ളിയെ ഒറ്റിയോ പോറ്റിക്കൊപ്പം നിന്ന്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പടിവാതിൽക്കലെത്തി. ഒരാഴ്ചക്കുള്ളിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ മത്സരിപ്പിക്കാനായിട്ട് CPM തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ 2 ടേം വ്യവസ്ഥയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ തീർച്ചയായിട്ടും കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ കടകംപള്ളി സുരേന്ദ്രനെതിരെ നേരത്തെ വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇതിനകത്ത് ബന്ധമുണ്ട്, ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ടെന്നൊക്കെ പറയും. പക്ഷേ പിന്നീട് അറസ്റ്റുകളെല്ലാം നടന്നപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്കോ പോയില്ല. അന്ന് കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എനിക്ക് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നായിരുന്നു. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിൽ, എന്തോ സപ്തതിയോ അങ്ങനെയുള്ള ചടങ്ങിൽ അവിടെ പോയി അവിടെ ഒരു കുട്ടിക്കോ മുതിർന്ന ആൾക്കോ ഗിഫ്റ്റ് കൊടുത്തു. ഇതൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ പോയിട്ടുണ്ടാകാം, പിന്നീട് ഇങ്ങനെ ഒരാളെ അറിയാമായിരുന്നു, അപ്പോൾ മന്ത്രി എന്ന നിലയിൽ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ആദ്യമില്ല എന്ന് നിഷേധിച്ച എല്ലാ കാര്യങ്ങളും പിന്നീട് സംഭവിച്ചു. ഇവിടെ ഇപ്പം എന്താ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു വലിയ മൊഴി നൽകിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.